കെ രാഘവൻ പറഞ്ഞിരിക്കുന്നത് ആ നിയമനത്തിൽ അപാകതയില്ല എന്നാണ്. അതിനോട് യോജിക്കുന്നുണ്ടോ നിങ്ങളിപ്പോൾ? ഇല്ല, അതിൽ അപാകതകളുണ്ട്. കാരണം നമ്മൾ പറഞ്ഞിരിക്കുന്ന സമരം, നമ്മുടെ സമരം എന്ന് പറയുന്നത് ഒരു CPM കാരന് ഇവിടെ ജോലി കൊടുത്തു, കോഴ വാങ്ങി ജോലി കൊടുത്തു എന്നതിലാണ് നമ്മൾ പരാതി പറഞ്ഞിരിക്കുന്നത്. ഈ പരാതി ഇന്ന വ്യക്തിക്ക് ജോലി കൊടുക്കുന്നുണ്ട് എന്ന് നമ്മൾ ആദ്യം തന്നെ AICCയെയും DCCയെയും KPCCയെയും എല്ലാവരെയും ധരിപ്പിച്ചിരുന്നു, MK രാഘവനെ അടക്കം ധരിപ്പിച്ചിരുന്നു. പക്ഷേ അതൊക്കെ ആ KPCCയുടെയോ DCCയുടെയോ AICCയുടെയോ നിർദ്ദേശങ്ങളെ കാറ്റിൽ പറത്തിക്കൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ബന്ധുവിന് അവിടെ നിയമനം നടത്തിയത്. പിന്നെ അവിടെ നിയമനം നടത്തിയവർക്കൊക്കെ അദ്ദേഹം കോഴ വാങ്ങിയിട്ട് തന്നെയാണ് നിയമനം നടത്തിയത്. യോഗ്യത നോക്കിയാണ് ഇപ്പോൾ നിയമനം നടത്തിയത്. അതോടൊപ്പം തന്നെ സുപ്രീം കോടതിയുടെ ചില നിയമാവലിയുണ്ട്, അതൊക്കെ പരിശോധിച്ചുകൊണ്ടാണ് നിയമനം നടത്തിയെന്നാണ് MK രാഘവൻ പറയുന്നത്. സുപ്രീം കോടതിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ അതിൻ്റെ നിയമവശങ്ങൾ അന്വേഷിച്ച് അതിനെപ്പറ്റി പറയാം. അല്ലാതെ നമുക്കുള്ള പ്രധാന പരാതി എന്ന് പറയുന്നത് MK ധനേഷ് എന്ന് പറയുന്ന MK രാഘവൻ്റെ ബന്ധുവിനെയാണ് ഇവിടെ നിയമിച്ചത്. ആ നിയമനത്തിന് ആദ്യം മുതലേ ഇവിടെ നമ്മുടെ പ്രദേശത്തുള്ള മുഴുവൻ കോൺഗ്രസ് പ്രവർത്തകർക്കും എതിർപ്പുണ്ട്. അവനൊരു CPM കാരനായിരുന്നു. അദ്ദേഹം CPMൻ്റെ നിയന്ത്രണത്തിലുള്ള കുഞ്ഞിമംഗലം സർവീസ് ബാങ്കിലെ ജീവനക്കാരനായിരുന്നു. അവിടുന്ന് രാജിവെപ്പിച്ചിട്ടാണ് ഈ വ്യക്തിയെ ജോലി കൊടുക്കാമെന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം കൊണ്ടുവന്നത്. അത് തന്നെ ഒരു അഴിമതിയല്ലേ? ചില ആളുകൾ പ്രവർത്തകരെ ഇളക്കി വിട്ടിട്ടുണ്ട്, അത് തനിക്കെതിരെ ഉപയോഗിക്കുകയായിരുന്നു എന്നുള്ളത്. അത് ഇളക്കി വിട്ടത് താങ്കളടക്കമുള്ള ആളുകളാണോ? അങ്ങനത്തെ ആരോപണം വരുന്നുണ്ട്. ആരോപണം ആയിരിക്കും ഉന്നയിക്കുക? ഇളക്കി വിട്ടു എന്നൊക്കെ പറയുന്നത് ഇതൊക്കെ പ്രവർത്തകരുടെ വികാരമാണ്. ആ വികാരത്തിന് നമുക്ക് ആർക്കും ഇളക്കി വിടേണ്ട ആവശ്യമില്ല. പത്രമാധ്യമങ്ങളൊക്കെ ദിവസവും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പരാതി കൊടുത്തവരാണ് അദ്ദേഹത്തോട് സംസാരിക്കാൻ വന്നത്. ഇക്കാര്യത്തിൽ DCCയുടെയും അതോടൊപ്പം തന്നെ KPCയുടെയും പ്രതികരണം എന്താവും എന്നാണ് കരുതുന്നത്? DCCയും KPCCയും ജനങ്ങളോടൊപ്പം നിൽക്കും എന്നതിലൊരു സംശയം ഇല്ല. അതാണ് നമ്മുടെ പ്രതീക്ഷ. നിൽക്കണം, അതാണല്ലോ, പാർട്ടിയാണല്ലോ വലുത്, അല്ലാണ്ട് വ്യക്തിയല്ല നമുക്ക് വലുത്, പാർട്ടിയാണ് വലുത്. പക്ഷേ ഇന്നലെ സമരരംഗത്തുണ്ടായിരുന്ന ആളുകൾ പലരും ഇപ്പോൾ പിന്നോക്കം പോകുന്നു എന്നുള്ളൊരു തോന്നലുണ്ട്, പ്രതീതിയുണ്ട്. കാരണം ഇപ്പോൾ പരസ്യമായ ഒരു പ്രതികരണത്തിൽ ഇല്ല എന്നവർ പറയുന്നുണ്ട്. ആര് പറയുന്നുണ്ട്? നിങ്ങൾ അങ്ങനെ എല്ലാവരും പ്രതികരിക്കാൻ തയ്യാറ് തന്നെയാണ്. ഇന്നലെ നിങ്ങൾ പ്രകടനത്തൊക്കെ നിങ്ങൾ കണ്ടത് തന്നെയല്ലേ? ഇവിടുത്തെ കോൺഗ്രസ് പ്രവർത്തകരുടെ ഈ അഴിമതിക്കെതിരെയുള്ള പ്രകടനം നിങ്ങൾ ഇന്നലെ കണ്ടതാണല്ലോ. യോജിച്ച് തന്നെ മുന്നോട്ട് പോകും, ഒരു സംശയമില്ല. ഈ സമരപരിപാടിയായിട്ട് തന്നെ ഇത് ഇവിടെ കൊണ്ട് അവസാനിക്കുമെന്ന് ആരും വിചാരിക്കണ്ട. അഴിമതി നടത്തി കോഴ വാങ്ങിക്കൊണ്ട് ഇവിടെയുള്ള CPMകാരൊക്കെ നിയമനം നടത്താമെന്ന് അങ്ങനെ ആരും വ്യാമോഹിക്കണ്ട. അതിനെതിരെ ശക്തമായി ഇവിടുത്തെ കോൺഗ്രസ് പ്രവർത്തകർ അത് തടയും എന്ന കാര്യത്തിലൊരു സംശയമാണ്. MK രാഘവനെതിരെയുള്ള തുടർ പ്രതിഷേധങ്ങൾ ഉണ്ടാവും. MK രാഘവന് മാത്രമല്ല, ആരൊക്കെ ചെയ്യുന്നുണ്ടോ അവർക്കൊക്കെ എതിരെ പ്രതിഷേധിക്കും. അതിലൊരു സംശയവും വേണ്ട. നിങ്ങൾ ഈ ഇൻ്റർവ്യൂ ബോർഡിലുണ്ടായിരുന്ന ഉദ്യോഗസ്ഥനുമായി നിങ്ങൾ സംസാരിച്ചിരുന്നു? അന്ന് തന്നെ നമ്മൾ ഇൻ്റർവ്യൂ ബോർഡിലുള്ള ഉദ്യോഗസ്ഥനായി സംസാരിച്ചിരുന്നു. ഒരു ഉദ്യോഗാർത്ഥിയെ ഇന്നവർക്ക് നിയമനം കൊടുക്കുന്നുണ്ട് എന്ന് റിട്ടേൺ പരാതി കൊടുത്തിട്ടുണ്ട്. ആ പരാതിയുടെ കോപ്പി അദ്ദേഹം നമുക്ക് ഒപ്പിട്ട് തന്നിട്ടുണ്ട്. ഇതാണ് ആ പരാതി. അദ്ദേഹത്തിന് പരാതി കൊടുത്തിട്ടുണ്ട്. ആദ്യം തന്നെ ഇന്നവർക്കൊക്കെയാണ് നിയമനം നടത്തുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് പരാതി കൊടുത്തത്. എന്താണ് അതിൽ നിങ്ങൾക്ക് എന്താണ് കൂടുതൽ പറയാനുള്ളത് കാര്യത്തിൽ? നിയമനവുമായി ബന്ധപ്പെട്ട് MK രാഘവൻ കാര്യത്തിൽ വിശദീകരിച്ചു കഴിഞ്ഞു. അല്ല, അദ്ദേഹത്തിൻ്റെ വിശദീകരണം കോൺഗ്രസ് പ്രവർത്തകർ അംഗീകരിക്കുമെന്ന് തോന്നുന്നില്ല. കാര്യം എന്താ വെച്ചാൽ കോഴ വാങ്ങിയിട്ടാണ് നിയമനം നടത്തിയെന്നത് പച്ചയായ വെളിച്ചമാണ്. ഏതായാലും ഇപ്പോൾ MK രാഘവൻ MP ഇക്കാര്യത്തിൽ വിശദീകരണം നടത്തിയിട്ടുണ്ട്. പക്ഷേ ആ കാര്യങ്ങളൊന്നും തങ്ങളെ ബാധിക്കുന്ന കാര്യമല്ല എന്ന് തന്നെയാണ് പറയുന്നത്. കാരണം ഇതുമായി ബന്ധപ്പെട്ട് പ്രതിഷേധവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് തന്നെ പോകും. അതോടൊപ്പം തന്നെ നിയമ നടപടികളുമായി സ്വീകരിച്ച് ആ രീതിയിൽ പോകേണ്ടത് ആ രീതിയിൽ തന്നെ പോകും. അതോടൊപ്പം തന്നെ പാർട്ടിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ആ നിലയ്ക്ക് തന്നെ കൊണ്ടുപോകും എന്നതിനാണ് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ആളുകൾ പറയുന്നത്. കണ്ണൂരിൽ നിന്നും ലിമേഷ് ചെറുപഴിക്കൊപ്പം റിപ്പോർട്ടർ AK അഭിലാഷ്, ഇൻ റിപ്പോർട്ട്.